എനിക്ക് ഈ വറുത്തരച്ച കറികളോട് പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ വറുത്തരയ്ക്കാനുള്ള മടി കാരണമാണ് കേട്ടോ ആ ഒരു പണിക്ക് നിൽക്കാത്തത്. പക്ഷേ ഇന്ന് ഇച്ചിരി ബീഫ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും വറുത്തരച്ച് നല്ല പച്ചക്കൊക്കെ ഇട്ട് വെക്കാമെന്ന്. അങ്ങനെ ബീഫെല്ലാം ഞാൻ കഴുകി വാരി അവിടെ മൂടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ നന്നാക്കി എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ബീഫ് നമുക്കൊന്നുകൂടെ കഴുകിയതേ പിഴിഞ്ഞ് ഞാൻ കുക്കറിനകത്തോട്ട് ആക്കുന്നുണ്ട്. എന്നിട്ട് സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഉപ്പൊക്കെ ഇട്ട് കൈ കൊണ്ട് നല്ലതുപോലെ തിരുമ്മി പിടിപ്പിച്ച് നമുക്ക് അടുപ്പത്തേക്ക് വേവിക്കാനായിട്ട് വെക്കാവേ. അങ്ങനെ കുക്കർ അടുപ്പത്താക്കിയിട്ട് നമുക്ക് അതിലേക്ക് വേണ്ട പച്ചക്ക അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ബീഫ് വെക്കുമ്പോഴത്തേക്കും പച്ചക്ക ചേർക്കുമ്പോൾ ഇതേപോലെ ചരിച്ച് അരിഞ്ഞെടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ചീനച്ചട്ടി വെച്ച് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു അരമുറി തേങ്ങ ചിലവർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് കുറച്ച് മുഴുവൻ മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ. പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ വറുത്തെടുക്കാം കേട്ടോ. കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ തീ ഓഫാക്കിയതിന് ശേഷം മാത്രം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 കിലോ ബീഫിന് എന്തോരം മസാലപ്പൊടികളാണ് എടുക്കുന്നത് അതിൻ്റെ നേർപകുതിയോളം നമുക്ക് ഇതിലോട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. വെള്ളം തൊടരുത്. അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഇവിടെ ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്ക ചേർത്ത് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ കേൾപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ താളിക്കാനുള്ള ഉള്ളിയെല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കറിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും കറിവേപ്പിലയും വഴറ്റാനിട്ടപ്പോഴുണ്ടല്ലോ പെട്ടെന്ന് എനിക്കൊരു കോള് വന്നു കേട്ടോ. 2 കൊറിയർ ഉണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഓടിപ്പോയി വാങ്ങിയിട്ട് നേരെ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചേ. കാരണം അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനം ആയതുകൊണ്ടിട്ടാണ് ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ ഞാനത് പതിയെ പൊട്ടിച്ച് കാണിച്ച് തരാം. അപ്പോൾ നമ്മുടെ കറി അടുപ്പത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഉള്ളിയെല്ലാം വഴണ്ട് വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ ആ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികളായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, മുളക് പൊടിയൊക്കെ ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ച ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും പച്ചക്കും കൂടെ ആ വെള്ളത്തോട് കൂടി തന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ നല്ലതുപോലെ തിള വന്നതിന് ശേഷം നമ്മുടെ ആ വറുത്തരപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി ചെറിയ തീയിലാക്കി വെക്കുമ്പോഴത്തേക്കും അതോടെ കിടന്ന് തിളച്ച് കറിയൊക്കെ നല്ലപോലെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മീൻ കറി അല്ല അച്ചോടാ ഇറച്ചിക്കറി സെറ്റ്. ഈ മീൻകറി എപ്പോഴും വെച്ച് ഏതെന്നായിരുന്നെങ്കിലും മീൻകറിയുടെ ജനമാണ് കേട്ടോ. ഈ മീൻ എന്നാണ് എപ്പോഴും വായിൽ വന്നത്. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയപ്പോഴത്തേക്കും ഞാനവിടെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്നോട്ടെ. ഞാൻ രാവിലെ കുറച്ച് ചോറ് തിളപ്പിച്ചിറക്കി തെർമൽ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടച്ചിടാൻ നേരപ്പോഴത്തേക്കും വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റൊക്കെ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെ ആദ്യത്തെ പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ. നമ്മുടെ സ്പൂൺ ഹോൾഡർ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ 1 അടങ്ങിയതുണ്ട്, 2 ഉള്ളതുണ്ട്, 3 ഉള്ളതുണ്ട്. അപ്പോൾ ഞാൻ 2 എടുത്തിട്ടുണ്ട്. സ്റ്റാൻഡ് ഉൾപ്പെടെയാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിൽ വേണമെങ്കിൽ നമുക്ക് കത്തിയോ മറ്റോ ഇട്ട് വയ്ക്കാം, മറ്റേത് സ്പൂണും ഇട്ട് വയ്ക്കാം കേട്ടോ. രണ്ടാമത്തെ പ്രോഡക്റ്റ് എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ്. ഇപ്പോൾ ചോറ് കെട്ടാനൊക്കെ തുടങ്ങിയത് കൊണ്ടിട്ടേ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് സൂക്ഷിക്കാൻ പറ്റിയ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് കണ്ടെയ്നറാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് രണ്ടിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇതിങ്ങായിട്ട് നോക്കിയത് ഈ 2 സാധനങ്ങളാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല അടുക്കളയിലോട്ട് അത്യാവശ്യപ്പെട്ട സാധനമാണെന്ന്. അങ്ങനെ ഞാൻ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് നേരെ ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്നേ. നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത്. അങ്ങനെ ബീഫ് കറിയും